Hello, it's me Kalakama Mahal. ഇന്നത്തെ ലെസൺ സ്റ്റോപ്പ് എന്തായിരിക്കും? യെസ്, സ്റ്റോപ്പ് സെൽഫ് ഹേർട്ടിങ്. നമ്മളെ ആരെങ്കിലും ഒന്ന് ഹേർട്ട് ചെയ്താൽ നമുക്കത് ഭയങ്കര വിഷമായിരിക്കും അല്ലേ? പക്ഷേ ഈ സെൽഫ് ഹേർട്ടിങ് വന്നിട്ട് അതിനേക്കാൾ ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരാൾ നമ്മളെ ഒന്ന് ഹേർട്ട് ചെയ്താൽ നമുക്കുണ്ടാകുന്ന പെയിൻ അന്നേരം ഇൻസ്റ്റൻ്റ്ലി അപ്പോൾ തന്നെ നമുക്ക് ആ പെയിൻ ഫീൽ ചെയ്യും. ചിലപ്പോൾ ട്യൂബ് ലൈറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് കത്തുന്നത്. അപ്പോൾ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണല്ലേ വിചാരിച്ചത്, അല്ലെന്നുണ്ടെങ്കിൽ എന്നെ അങ്ങനെ ആ ഉദ്ദേശത്തിലായിരിക്കും ഇങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ സെൽഫ് ഹേർട്ടിങ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സെൽഫായിട്ട് ഓക്കെ ഐ ആം നോട്ട് ഗുഡ്, ഐ ആം ബാഡ്, ഐ ആം അഗ്ലി, അല്ലെന്നുണ്ടെങ്കിൽ ഐ ആം നോട്ട് പെർഫെക്റ്റ് എന്നൊക്കെ നമ്മളെക്കുറിച്ചിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്ത് നമ്മളെ തന്നെ സെൽഫ് ഹേർട്ട് ചെയ്യും. അതായത് നമ്മളെ തന്നെ വേദനിപ്പിച്ച് തുടങ്ങും. ആദ്യം മൈൻഡിൽ തുടങ്ങുന്നത്, പിന്നീട് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ പോലും നമ്മളെ വേദനിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളവരായിട്ട് മാറും, ധൈര്യമുള്ളവരായിട്ട് മാറും. അത് നല്ല ഒരു ധൈര്യം ആണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സെൽഫ് ഹേർട്ടിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയത്തില്ല ഇതിൻ്റെ വീര്യം. ഇപ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ട് ഒരാൾ നമ്മളോട് വന്ന് പറയുവാണ്, ഓക്കെ സംതിങ് ബ്ലാ 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 ബ്ലാ, അല്ലെങ്കിൽ കുത്ത് ഫില്ലിങ് ദ ബ്ലാങ്ക്സ്. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവത്തില്ല. ചിലപ്പോൾ ഒന്നുകിൽ അപ്പോൾ പെയിൻ എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തിങ്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് പെയിൻ എടുക്കുമായിരിക്കും. പക്ഷേ സെൽഫ് ഹേർട്ട് ഒരിക്കലും അന്നേരം ഞാൻ എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. തോട്ട്സാണ് ആദ്യം നമ്മുടെ അകത്തേക്ക് ഈ സെൽഫ് ഹേർട്ടിങ്ങിനെ കൊണ്ടുവരുന്നത്. പല വിധത്തിലുള്ള തോട്ട്സ് നമ്മളെ ഇങ്ങനെ സെൽഫ് ഹേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നെഗറ്റീവ് തോട്ട്സ്, നമുക്ക് എതിരെയുള്ള തോട്ട്സ്, നമ്മളല്ലാതാക്കി മാറ്റുന്ന തോട്ട്സ്. ഈ തോട്ട്സ് അങ്ങോട്ട് ഡെവലപ്പായി ലാസ്റ്റ് നമ്മുടെ ഫുൾ കൺട്രോൾ പോകും. സോ ഒരിക്കലും സെൽഫ് ഹേർട്ട് ചെയ്യരുത്. മറ്റുള്ള വ്യക്തികൾ എന്ത് വേണോ നമ്മളെ പറഞ്ഞോട്ടെ, പക്ഷേ നമുക്ക് നമ്മളെക്കുറിച്ചിട്ടുള്ളൊരു റെസ്പെക്റ്റ് വേണം. നമ്മൾ ആരാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മളെക്കുറിച്ചിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ആത്മവിശ്വാസം നമ്മളിൽ തന്നെ ഉണ്ടായിരിക്കണം. സോ മറ്റുള്ള സൈഡിൽ നിന്നിട്ടുണ്ടാകുന്ന ഹേർട്ടിനേക്കാളും ഏറ്റവും വിഷകരമായിട്ടുള്ള കാര്യം സെൽഫ് ഹേർട്ടിങ് ആണ്. സോ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ ഒരിക്കലും നിങ്ങളോടുള്ള റെസ്പെക്റ്റിനെ വിട്ടു കളിക്കരുത്. യു ആർ ഓൾവേസ് ഗുഡ് ആൻഡ് പെർഫെക്റ്റ്. നമ്മളെല്ലാവരും ഒരു സൈഡിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻ ഉണ്ടായിരിക്കാം, ബട്ട് മറു സൈഡിൽ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കും, അതുപോലെ എക്സലൻ്റ് ആയിരിക്കും. ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളിലും, അതായത് ഭൂമിക്ക് മുകളിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾക്കകത്തും അയാൾ എക്സലൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഓരോ വ്യക്തികൾക്കും ഓരോ ടൈപ്പിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അപ്പോൾ മറ്റുള്ള വ്യക്തികൾ നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യത്തെ കണ്ട് നമ്മൾ ഹേർട്ട് ചെയ്യുന്നതല്ല ശരിക്കുള്ള വിഷയം. നമ്മളൊരിക്കലും നമ്മളെ ഹേർട്ട് ചെയ്യാതിരിക്കുക. നമ്മൾ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് വരും. സോ സ്റ്റോപ്പ് സെൽഫ് ഹേർട്ടിങ്.